അപ്പോൾ ശൈത്യ ഇന്നലെ അരങ്ങേറിയ ചീപ്പ് ഷോയൊന്നും തന്നെ എഫക്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് നമ്മുടെ അനുമോടെ നിപ്പൊക്കെ. അതിനകത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കിച്ചണിൽ കയറിയ പിന്നെ അനുമോൾ അല്ലല്ലോ. ഈ ശൈത്യ ആണെങ്കിൽ വന്നിടം മുതൽ ആദിലയോട് നൂറ് അനുമോടെ കുറ്റങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നൂറയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദിലുണ്ടല്ലോ അനുമോൾക്കെതിരെ തിരിയുന്നതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം എന്താ പറഞ്ഞാൽ അനുമോൾ ഇവരെ രണ്ടുപേരും ചതിച്ചിട്ടില്ല ഇതുവരെ. ഇതൊക്കെ ഇവളുമാർക്ക് എന്നാണോ മനസ്സിലാവുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്ന് വന്ന ടീമെല്ലാം ഈ പുറത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് എല്ലാവരോടും കേട്ടോ. എന്തുവാണ് ഇതിനു മാത്രം പറയാൻ? എന്തായാലും അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് കയറ്റി വിടുന്നത്. പക്ഷേ ഇവർ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പറയരുത്. അപ്പോൾ ഓരോരുത്തരും തൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടിരുന്ന ഓരോ ചർച്ച വിഷയങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് ശരിക്കും ശൈത്യമാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുമോൾക്ക് കേട്ടോ. എന്താണോ എന്തോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ അനീഷും ഷാനവാസും കൂടെ വൻ അടി എന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര വഴക്ക്. കാരണം അനീഷ് പറയുന്നുണ്ട് അനിയനെ വിളിച്ചിട്ട് ചോദിക്കണം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം നാട്ടിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് നീ എന്താണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളൊക്കെ നാട്ടിലോട്ട് പോകാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അവർ നമ്മൾ വഴക്കും സംസാരവുമായിട്ട് അങ്ങനെ അതങ്ങ് തുടർന്ന് പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വന്ന ഈ മുൻ മത്സരാർത്ഥികളെല്ലാം വന്നവരിൽ ആരൊക്കെയാണ് ചൊറിഞ്ഞും എടുത്തുമൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.